എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് തേഴ്സ്ഡേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:55 അവന്തികയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനുശേഷം തേഴ്സ്ഡേ പുറകിലോട്ട് പോകുന്ന സമയത്ത് ഇന്ന് തീയതി 24 അല്ലേ, 21, തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ 21 അല്ലേ, 21-ാം തീയതിയാണ് വന്ന് ഈ നോട്ടുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അവർ പറയുന്ന മെസ്സേജുകൾ 21-ാം തീയതി അല്ല, ഇതിനകത്ത് അവർ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അവർക്ക് ഭയങ്കര പേടിയുണ്ട് ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നതെന്നുള്ള ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത്. ധൈര്യമായിട്ട് അവരോട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു ആള് വിഷമവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ അതിനുശേഷം അന്ന് രാത്രി തന്നെ അവർ തുറന്നു പറഞ്ഞതിന് ശേഷം മുഴുവൻ സൈബർ ആക്രമണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ വ്യാഴാഴ്ച, അതായത് ബുധനാഴ്ചയാണ് അദ്ദേഹത്തിനെതിരെ, അല്ലേ, ബുധനാഴ്ച വൈകുന്നേരം അല്ലേ വരുന്നത്, 20-ാം തീയതി വൈകുന്നേരം അല്ലേ വരുന്നത്, 20-ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത്. തേഴ്സ്ഡേ ആണ് എന്നോട് ഇങ്ങോട്ട് സമീപിച്ചിട്ടുള്ളത്. തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ 20th. അതിനുശേഷമാണ് തുടർന്ന് ഇങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളിൽ നിന്ന് ബോധപൂർവം രാഹുൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായി ചോദിക്കുകയാണ്. വോയിസ് നോട്ടിനെ കുറിച്ച് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗർഭഛിദ്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബോധപൂർവം നിർബന്ധിച്ച് ആ കരഞ്ഞു പറയുന്ന ഓഡിയോ കേൾക്കുന്ന സമയത്ത് തുടർന്ന് ബാക്കി പറയാൻ പറ്റില്ല. ആ വോയിസ് നോട്ട് കേട്ട് കഴിഞ്ഞു വെച്ചാൽ കേരളത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാവർക്കും കുടുംബം ഉള്ളതാണ്, എല്ലാവരുടെയും ഫാമിലി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അത് തെറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത് വന്ന തൊട്ടടുത്ത നിമിഷം ഇവിടുത്തെ നിയമ സംവിധാനങ്ങളില്ലേ, അദ്ദേഹത്തിന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നല്ലോ, ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല? അവന്തികയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് യുവമോർച്ചയുടെ ഒരു ശിബിരത്തിൽ വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ അവരുടെ മൊബൈൽ നമ്പർ ഇപ്പോഴും ഇല്ല. അവർ ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവർ BJPയുടെ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ BJPയുടെ പ്രവർത്തകയാണ് എന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരോട് നേരിട്ട് ഈ മെസ്സേജിലൂടെ സംസാരിക്കുന്നത് ഈ വ്യാഴാഴ്ചയാണ്, ഈ പറഞ്ഞ 21. തുറന്നു പറയാൻ അവർക്ക് ഈ വിഷയങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് അവർക്കുണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാവാൻ പോകുന്ന അതിനെ സംബന്ധിച്ചുള്ള ചെറിയ ടെൻഷനാണ് എന്നോട് പറഞ്ഞത്. അതിനെ സംബന്ധിച്ചുള്ള പേടിയുള്ളതിനെ കുറിച്ച് അവരോട് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞിരുന്നു. ഇത് ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് 5 മണിക്കോടുകൂടിയാണ് അവർ ചാനലുകളെ കണ്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അതിനു മുൻപേ മീഡിയാസിനോട് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, അവർക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടെന്ന സമയത്ത് അവരോട് പ്രൊസീഡ് ചെയ്തോളാണ് പറയുന്നത്, മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നിയമ നടപടി സ്വീകരിക്കാം, അവർക്ക് ചാനലുകളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവരെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്.